സോ നമ്മുടെ ലോകത്തുള്ള എല്ലാ സ്പൈഡർമാൻ ഫാൻസ് ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ജൂലൈ 31 ഇറങ്ങാൻ പോകുന്ന നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. പക്ഷെ ട്രെയിലേഴ്സ് എന്നൊക്കെ ഒരു കാര്യം ക്ലിയർ ആണ്, ഇതൊരു സാധാരണ സ്പൈഡർമാൻ മൂവി അല്ല. നമ്മൾ പലരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സും കോമിക്സിൽ നമ്മൾ ഇതുവരെ ഈ ഒരു മാർവൽ ഫേസ് 4ന്റെ ഫ്ലോയിൽ വരും എന്ന് വിചാരിച്ചിട്ടേ ഇല്ലാത്ത 6-7ഓളം വില്ലന്മാരാണ് ഇത്തവണ സ്പൈഡർമാന്റെ എതിരെ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ പലരും ആരാണ് എന്താണെന്ന് തന്നെ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന പല ഫാൻസിനും ഒരു ഐഡിയ കാണില്ല. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ ഓരോ വില്ലൻ ക്യാരക്ടേഴ്സും അത് ആരാണ് എന്താണെന്നും അതുപോലെ തന്നെ ട്രെയിലേഴ്സിൽ കാണിക്കാത്ത വേറെ ചില പോസിബിൾ ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടേഴ്സും കൂടെ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ബിയോണ്ട്. സോ ട്രെയിലേഴ്സിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ള, അതുകൊണ്ട് തന്നെ എന്തായാലും വരുന്ന ഉറപ്പുള്ള വില്ലന്മാരെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യത്തെയാണ് ദ സ്കോർപിയൻ. 1964 അമേസിംഗ് സ്പൈഡർമാൻ 19 എന്ന് പറയുന്ന കോമിക്സിലാണ് ഈ ഒരു ക്യാരക്ടർ സ്പൈഡർമാന്റെ വില്ലനായിട്ട് മാർവലിലേക്ക് കടന്നു വരുന്നത്. ഇയാളെ ക്രിയേറ്റ് ചെയ്തതിനുള്ള ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ, സ്പൈഡർമാനെ തീർക്കുക. നമ്മുടെ എല്ലാ യൂണിവേഴ്സിലും ഉള്ള പോലെ തന്നെ ഈ യൂണിവേഴ്സിലും സ്പൈഡർമാന് വള്ളിയായിട്ടുള്ള ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ഉണ്ട്, ദ ഡെയിലി ബ്യൂഗിൾ എന്ന് പറയുന്ന മീഡിയ ചാനലിലെ ജെ ജോണ ജെയിംസൺ. ഇയാൾ തന്നെയാണ് നോവേ ഹോമിൽ പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി മുഴുവൻ നാട്ടുകാരെ കാണിക്കുന്നത്. കോമിക്സിൽ ഇയാൾ ഇതേ ഉദ്ദേശത്തിന് വേണ്ടി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള മാക് ഗേഗൻ എന്ന് പറയുന്ന ഒരാളൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ അയാളെ കൊണ്ട് അത് വർക്ക് ആവാതെ വരുമ്പോൾ അയാളെ ഒരു സയന്റിസ്റ്റിന്റെ സഹായത്തോടു കൂടി ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് സ്കോർപിയൻ ആക്കി മാറ്റുന്നത്. സ്കോർപിയന്റെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഗ്രസീവും പിന്നെ ആ ഒരു വാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിഫ്ലക്സീവും ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു എക്സ്പെരിമെന്റ് കാരണം സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, നല്ല ഡ്യൂറാബിലിറ്റി, എൻഹാൻസ്ഡ് സെൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ സ്പൈഡർമാനെ കൊല്ലുന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ഇയാൾക്ക് കോമിക്സിൽ എന്നുള്ളതുകൊണ്ട് തന്നെ പല തവണ അതിന് മെനക്കെട്ട് നടക്കാത്ത കാരണം മെന്റലി കുറച്ച് അൺസ്റ്റേബിൾ ആണ് ഈ ഒരു ക്യാരക്ടർ. ഞാൻ പറഞ്ഞത് കോമിക്സിലെ കാര്യമാണ്. നമ്മുടെ ഫസ്റ്റ് ട്രെയിലറിൽ ഇയാൾ സ്റ്റേ ഔട്ട് ഓഫ് മൈ വേ എന്നാണ് സ്പൈഡർമാനോട് പറയുന്നത്. സോ ഇയാൾ വേറെ ആർക്കോ വേണ്ടി വല്ലതും ചെയ്യാനോ സ്പൈഡർമാൻ അതിന്റെ ഇടയിൽ കയറി വരുന്നതാവാനോ ഒക്കെ ഒരു സാധ്യത ഉണ്ട്. ഒരു നല്ല ഫൈറ്റ് നമുക്ക് ഇവർ തമ്മിൽ എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ മെയിൻ വില്ലൻ ആണോ എന്ന് ചോദിച്ചാൽ തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, മാർവലിൽ തന്നെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇടയിലും അതിന്റെ എൻഡ് ക്രെഡിറ്റിലൊക്കെ ആയിട്ട് ഇയാൾ ജയിലിൽ വെച്ച് കാണിക്കുന്നുണ്ട്. സ്പൈഡർമാൻ കാരണമാണ് ഇയാൾ ജയിലിൽ പോയത്. മാത്രമല്ല ഇതേ സ്പൈഡർമാനെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് അയാൾക്ക് ന്യൂയോർക്കിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. സോ ഈ ഒരു ക്യാരക്ടറിന്റെ റീ എൻട്രി എന്ന് പറയുന്നത് മാർവലിന് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. രണ്ടാമത്തെ വില്ലനാണ് ദ ബൂമറാങ്. മാർവലിൽ ഇതുവരെ എവിടെയും കാണിക്കാത്തൊരു വില്ലനാണ് ബൂമറാങ്. ഇയാളുടെ ഫസ്റ്റ് അപ്പിയറൻസ് ദ അമേസിംഗ് സ്പൈഡർമാൻ 81 എന്ന് പറയുന്ന ഒരു കോമിക്സിലാണ്. ഒരു ഓസ്ട്രേലിയൻ ബോൺ അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ ആയിട്ടുള്ള ഫ്രെഡ് മെയേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ കരിയർ കൈക്കൂലി കേസിൽ, അതായത് ചില ബ്രൈബ് കേസിലൊക്കെ നശിച്ചപ്പോ പിന്നീട് സീക്രട്ട് എംപയർ എന്ന് പറയുന്ന ഒരു ഈവിൾ ഓർഗനൈസേഷനിലും പിന്നെ അവരുടെ ക്രൈംസിലൊക്കെ ഭാഗമായി. പിന്നീട് വളരെ ആക്യുറസി എറിയാൻ കഴിവൊക്കെ ഉള്ള ഇയാൾ അവരൊരു സ്യൂട്ടൊക്കെ കൊടുത്ത് ബൂമറാങ് ആക്കി മാറ്റിയതാണ്. ഈ ഒരു ക്യാരക്ടറിന് യാതൊരു രീതിയിലുള്ള മാജിക്കോ സൂപ്പർ ഹ്യൂമൻ പവറോ മ്യൂട്ടേഷനോ അങ്ങനെ ഒന്നുമില്ല. ആകെ ഉള്ളത് പലതരം വെപ്പണൈസ്ഡ് ആയിട്ടുള്ള ബൂമറാങ്സ് ആണ്. അതിലിപ്പോ പൊട്ടിത്തെറിക്കുന്നുണ്ട്, പോയിസണസ് ആയത്, ബ്ലേഡ് ഉള്ളത്, അങ്ങനെ പലതരം ബൂമറാങ് എറിയുന്ന ഒരു തരം ഫൈറ്റിംഗ് സ്റ്റൈലാണ് ഇയാൾക്ക്. ബേസിക്കലി ഇയാളൊരു സിമ്പിൾ ആൻഡ് സൈഡ് വില്ലൻ ആവാനേ വഴിയുള്ളൂ. സ്കോർപിയന്റെ പോലെ സ്പൈഡർമാനായിട്ട് പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ വില്ലന്മാർ ആരെങ്കിലും ഇയാൾ ഹയർ ചെയ്തതാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ വില്ലനാണ് ടാരന്റുള. അമേസിംഗ് സ്പൈഡർമാൻ 134 എന്ന് പറയുന്ന 1974 ഇറങ്ങിയ കോമിക്സിലാണ് ഈ ഒരു ക്യാരക്ടർ മാർവലിലേക്ക് വരുന്നത്. ബൂമറാങ്ങിന്റെ പോലെ തന്നെ ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള സൂപ്പർ പവേഴ്സോ ഹൈടെക്കോ എക്യുപ്മെന്റ്സോ ഇല്ല. ടാരന്റുളയുടെ ഒരു ഒറിജിൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മാർവലില് ഡോക്ടർ ഡൂമിന്റെ ഒറിജിൻ ആയിട്ട് പറയുന്ന ലാറ്റുവേരിയ പോലെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സൗത്ത് അമേരിക്കൻ രാജ്യമാണ് ഡെൽവാഡിയ. അവിടുത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഫൈറ്റർ ആയിരുന്നു ആന്റൺ മിഗ്വൽ റോഡ്രിഗസ്. പക്ഷെ ഇയാള് കൊല്ലുന്നത് നശിപ്പിക്കുന്നതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു തരം സൈക്കോ ആയിരുന്നു. അതിപ്പോ കൂട്ടത്തിൽ ഒരാളെ വേണേലും കൊല്ലാൻ ഒരു മടിയും കാണിക്കില്ല. ഡെൽവാഡിയൻ ഗവൺമെന്റ് ഇവന്റെ ഈ റൂത്ത്ലെസ് ആയിട്ടുള്ള ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അയാളെ ടാരന്റുള എന്നുള്ള ഒരു പേരിൽ ഗവൺമെന്റ് ട്രെയിൻഡ് അസാസിനായിട്ട് അവരുടെ സൈഡിൽ ഉപയോഗിച്ചു. പക്ഷെ ഇയാൾ ഗവൺമെന്റിലെ തന്നെ കൂടുള്ളവരൊക്കെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഇയാളെ ന്യൂയോർക്കിലേക്ക് നാട് കടത്തിയതാണ്. ന്യൂയോർക്കിൽ വന്ന് ക്രിമിനൽ പരിപാടികളൊക്കെ ആയിട്ടാണ് പിന്നീട് സ്പൈഡർമാനായിട്ടൊക്കെ നേർക്കുനേരെ വരുന്നത്. കോമിക്സിൽ ന്യൂയോർക്കിൽ എത്തിയ ടാരന്റുള അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കപ്പലൊക്കെ ഹൈജാക്ക് ചെയ്യും. അതിലെ ആൾക്കാരെയൊക്കെ ഹോസ്റ്റേജസ് ആക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കുമ്പോൾ സ്പൈഡർമാനും പണിഷറും ചേർന്നിട്ടാണ് ടാരന്റുളയെ പിടിച്ചു കിട്ടുന്നത്. സോ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുമ്പോൾ മിക്കവാറും ഇതേ ഒരു സ്റ്റോറി ആയിരിക്കും അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം ട്രെയിലറിൽ ടാരന്റുള സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സീന് കപ്പലിലാണെന്ന് കാണാം. ഇയാളുടെ ഒരു മെയിൻ പവർ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള അറ്റാക്കും ഹൈ അസാസിൻ എക്സ്പെർട്ടൈസും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ടാരന്റുളയുടെ ഒരു സിഗ്നേച്ചർ വെപ്പൺ ആണ് പോയിസൺഡ് ബൂട്ട്സ്. കാലിൽ കൂർത്ത മുനുള്ള ബൂട്ട്സ് വെച്ചിട്ട് വിഷം കുത്തിയിറക്കുന്ന പോലെ ഒരു അറ്റാക്ക് ഇയാൾ സ്പൈഡർമാനെതിരെ കോമിക്സിൽ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാന വില്ലൻ ഗ്രൂപ്പാണ് ദ ഹാൻഡ്. ഇറങ്ങിയ 2 ട്രെയിലറുകളിലായിട്ട് സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ള ഒരു ടീമാണ്. ഹാൻഡ് എന്താണ്, അതിന്റെ ഒറിജിൻ എന്താണ്, അവരെങ്ങനെയാണ് ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഹാൻഡ് എന്ന പേരിൽ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ട് അത് പോയി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. നമ്മുടെ ഡെയർ ഡെവിളിന്റെ ഒക്കെ യൂണിവേഴ്സിൽ പെടുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഹാൻഡ്. അതുകൊണ്ട് തന്നെ ഡെയർ ഡെവിൾ ബോൺ അഗെയിനിൽ കറന്റ് ജയിലിലായിട്ടുള്ള മാറ്റ് മെർഡോക്ക് അഥവാ നമ്മുടെ ഡെയർ ഡെവിളിനെ അറ്റാക്ക് ചെയ്യാനാണോ ഇവർ വരുന്നത്, അതുകൊണ്ടാണോ സ്പൈഡർമാൻ അവിടെ എത്തിയിട്ടുള്ളത് എന്നൊക്കെ സീരിയസ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഒരു ഹാൻഡ് സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ ഒരു ജയിലിന്റെ ഉള്ളിലാണെന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ഗൈസ് ഡെയർ ഡെവിൾ ഈ ഒരു പടത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി നോവേ ഹോമിൽ അങ്ങേര് പീറ്റർ പാർക്കറിന്റെ ലോവർ ആയിട്ട് ഒരു തവണ വന്നതാണ്. എന്തൊക്കെയാലും ഗൈസ് ഇനി പറയാൻ പോകുന്ന ഒരു വില്ലനാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മെയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സാഡി സിങ്ക് ചെയ്യുന്ന ജീൻ ഗ്രേ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഡോക്ടർ ജീൻ ഗ്രേ എന്ന് പറയുന്നത് എക്സ്മെൻ യൂണിവേഴ്സിൽ പെടുന്ന ഒരു മ്യൂട്ടൻ ക്യാരക്ടറാണ്. എന്നാൽ യൂഷ്വൽ കോമിക്കൽ അപ്പിയറൻസ് അല്ല ജീൻ ഗ്രേക്ക് ഈ ഒരു സിനിമയിൽ എന്നതുകൊണ്ട് തന്നെ സാഡി സിങ്ക് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ ജീൻ ഗ്രേ തന്നെ ആണോ എന്ന് സംശയിക്കണം. ബട്ട് മോസ്റ്റ്ലി അത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കാരണം രണ്ട് ട്രെയിലറുകളിലായിട്ട് പല ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു വില്ലൻ സ്പൈഡർമാനെ വട്ടം ചുറ്റിക്കുന്നതായിട്ടും ന്യൂയോർക്കിലെ എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹൾക്കിനെ വരെ കൺട്രോൾ ചെയ്ത് സ്പൈഡർമാനെതിരെ വിടുന്നുണ്ട്. സോ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റും സീരിയസും ആയിട്ടുള്ള വില്ലൻ മിക്കവാറും ഇതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്മെൻ യൂണിവേഴ്സിൽ ജീൻ ഗ്രേ എന്ന് പറയുന്നത് ഒരു പവർഫുൾ മ്യൂട്ടന്റ് ആണ്. പവർഫുൾ എന്നൊക്കെ വെച്ചാൽ മ്യൂട്ടൻസുകളിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒമേഗ ലെവൽ മ്യൂട്ടന്റ്, അതായത് നമ്മുടെ പ്രൊഫസറിനേക്കാളും മാഗ്നേറ്റോക്കാളും ഒക്കെ പവർഫുൾ, സ്ട്രോങ് ആയിട്ടുള്ള ടെലികൈനസിസ്, മൈൻഡ് റീഡിംഗ്, മൈൻഡ് കൺട്രോളിംഗ് ഒക്കെ ഉള്ള ഈ ഒരു ക്യാരക്ടർ ന്യൂയോർക്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും സ്പൈഡർമാൻ മാത്രമാണ് അവളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അതായത് സ്പൈഡർ സെൻസ് ഒക്കെ ഉള്ളതൊന്നും കാണിക്കുന്നുണ്ട്. മാർവെല്ലിൽ DODC അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആന്റി മ്യൂട്ടന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരുടെ ഒരു പണി എന്ന് പറയുന്നത് മ്യൂട്ടൻസിനെയും പവർ ഉള്ളവരൊക്കെ കണ്ടുപിടിച്ച് ലോക്കാക്കുക എന്നുള്ളതാണ്. മുൻപ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മിസ്സിസ് മാർവൽ, സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന് പറയുന്ന മാർവൽ പ്രൊജക്റ്റുകളിലൊക്കെ ഇവരെ കാണിക്കുന്നുണ്ട്. സോ അതിന്റെ ഹെഡ് ആയിട്ടുള്ള വില്യം മെറ്റ്സർ എന്ന് പറയുന്ന മ്യൂട്ടൻസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ക്യാരക്ടർ സ്പൈഡർമാനോട് ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ആളെ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതായിരിക്കും ജീൻ ഗ്രേയും സ്പൈഡർമാനും തമ്മിലുള്ള വിഷയം. പിന്നെ ഇതൊക്കെ ട്രെയിലറിൽ നിന്നുള്ള നമ്മളെ ഗസ് മാത്രമാണ്. ചിലപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ ക്യാരക്ടർ വില്യം മെറ്റ്സർ ആയിരിക്കണം എന്ന് തന്നെ ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ 5 വില്ലൻസും ട്രെയിലറിൽ കാണിച്ചതുകൊണ്ട് തന്നെ സോ ഷുവർ ആയിട്ടും വരുന്ന ഉറപ്പുള്ള ക്യാരക്ടേഴ്സാ. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 വേറെ വില്ലൻസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ടോം സ്റ്റോൺ, രണ്ടാമത് വിൽസൺ ഫിസ്ക്. ഈ 2 പേർക്കും കോമൺ ആയിട്ട് സ്പൈഡർമാനോടുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ക്രൈം സിൻഡിക്കേറ്റ്സ് നടത്തുന്നവരാണ്. സോ സ്പൈഡർമാൻ അവരുടെ ഒരു ബിസിനസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ബൂമറാങ്, സ്കോർപ്പിയൻ ഒക്കെ ഇവർ ഹയർ ചെയ്തത് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിൽ വിൽസൺ ഫിസ്ക് അഥവാ കിങ് പിന്നിനെ കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും പറയേണ്ടില്ല. കാരണം ഡെയർ ഡെവിൾ കണ്ടവർക്ക് നല്ലപോലെ അറിയാൻ സാധ്യതയുണ്ട്. ഓൾസോ ഇയാൾ ഹോക്കൈ, എക്കോ എന്ന് പറയുന്ന സീരീസുകളിൽ കൂടിയിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ എത്തിയതുകൊണ്ടാണ് ഞാൻ ഇയാൾ ഒരു എക്സ്പെക്ടഡ് വില്ലനായിട്ട് കാണുന്നത്. നേരെ മറിച്ച് ടോം സ്റ്റോൺ ഇതുവരെ ഈ ഒരു യൂണിവേഴ്സിൽ വന്നിട്ടില്ല. ആകെയുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്പൈഡർമാൻ ഇൻ ടു ദ സ്പൈഡർവേഴ്സ് എന്ന് പറയുന്ന 2018 ആനിമേറ്റഡ് മാർവൽ സീരീസിലാണ്. പക്ഷെ അതിൽ നോക്കുകയാണെങ്കിൽ ഇയാൾ കിങ് പിന്നിന്റെ തന്നെ ഒരു അസിസ്റ്റന്റ് പോലെയൊക്കെയാണ് വരുന്നത്. ടോം സ്റ്റോൺ അഥവാ ലോണി ലിങ്കൺ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ചെറുപ്പത്തിൽ തന്നെ വളരെ വലുതും പിന്നെ ചോക്ക് വൈറ്റ് സ്കിന്നൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ ബുള്ളിങ് അനുഭവിച്ച ഒരു ക്യാരക്ടറാണ്. പിന്നീട് ഒരു എക്സ്പെരിമെന്റ് കാരണം ഇയാളുടെ സ്കിന്ന് ബുള്ളറ്റ് പ്രൂഫും ബോഡി നല്ല സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉള്ളതും ആവുന്നുണ്ട്. വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഇതുകൊണ്ടാണ് ടോം സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇത്രയും വില്ലന്മാരുള്ളതുകൊണ്ടും പീറ്റർ പാർക്കറിന് ഇതിന് പുറമെ മ്യൂട്ടേഷൻ ഒക്കെ വരുന്നതും വേറെ എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ ടോം സ്റ്റോൺ ഒന്നും വരാൻ വലിയ സാധ്യതയില്ല. സിനിമ ഓൾറെഡി ഫുൾ പാക്ഡ് ആണ്. അപ്പൊ എന്തൊക്കെയാലും ഗൈസ് ഇത്രയൊക്കെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലെ വില്ലന്മാരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളൊരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ അല്ല, വില്ലന്മാർ ആരൊക്കെയാണെന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. സോ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ജൂലൈ 31 കാണാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ മാർവൽ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ റെഡി ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഷെയറും കൂടി ചെയ്യുക. ദിസ് ഇസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.